കോട്ടയത്ത് പ്രസവത്തെ തുടർന്ന് ഒരു പെൺകുട്ടിക്കുണ്ടായ അപകടം. അപ്പോൾ അതവർ ചികിത്സാ പിഴവാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വേദന ഉണ്ടായിക്കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റും കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോർമൽ നടത്താൻ മാക്സിമം നോക്കിക്കാണും. അപ്പോൾ എന്തായാലും ചികിത്സാ പിഴവെന്നാണ് അവർ ആരോപിക്കുന്നത്. പ്രശസ്തനായ ഒരാൾ കഴിഞ്ഞ ദിവസം പ്രസവത്തെ വളരെ ലാഘവത്തോടെ ഇവിടെ പ്രസവിച്ച് അപ്പുറത്ത് നെല്ല് കുത്താൻ പോയി, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ഒരാൾക്കൊരു കുഴപ്പമുണ്ടായില്ല എന്ന് വിചാരിച്ച് മറ്റൊരാൾക്കും അതേപോലെ തന്നെ ആയിരിക്കണമെന്ന് യാതൊന്നുമില്ല. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. അപ്പോൾ ചിലതിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും, ചിലതിൽ നോർമലായിട്ട് സുഖമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്കെന്നൊക്കെ പറഞ്ഞാലും സിസേറിയൻ ആയിരുന്നെങ്കിൽ ഈ പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. പെട്ടെന്ന് അവിടുത്തെ ഹോസ്പിറ്റലിലെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും കാര്യമൊന്നും എക്സ്റേ ആണ് കേട്ടോ. എക്സ്റേ ഹോസ്പിറ്റലിലാണ്, ചേർത്തല എക്സ്റേ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ സിസേറിയൻ. അപ്പോൾ അവിടെ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല, നല്ല രീതിയിലുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. അറിയാമല്ലോ അവസ്ഥ. ആ അവസ്ഥ മാറേണ്ടത് ആരാണ്? അത് ആ ഹോസ്പിറ്റലുകൾ തന്നെ വിചാരിച്ചത് മാറ്റുക. എത്രയായി ഈ ചികിത്സാ പിഴവ്? ഇത്രയും വെയിറ്റ് കൂടുതലുള്ള സ്ഥിതിക്ക് ആ കുട്ടിയെ സിസേറിയൻ ചെയ്യാമായിരുന്നു ആദ്യം തന്നെ. പിന്നെ ഓവറായിട്ട് ടെൻഷനും പാടില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു ഓവറായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സിസേറിയൻ അവർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രഷർ കൂടുതലുണ്ടാവാൻ പാടില്ല. എനിക്ക് ആണെങ്കിൽ എല്ലാം നോർമലൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പെയിൻ ഉണ്ടായിട്ടാണ് ചെന്നെങ്കിലും പെട്ടെന്ന് പടപടാന്ന് അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ, ഇഞ്ചക്ഷനൊക്കെ 4 വശത്ത് കൂടിയും കിട്ടി. എവിടെ കുട്ടിയൊക്കെ കിട്ടിയെന്ന് അറിയത്തില്ല. അങ്ങനെ സിസേറിയൻ അത്ര മോശമായിട്ട് കാണണ്ട. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. അല്ലാതെ അത് ചെയ്യുന്നത് ഡോക്ടർമാരത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ്, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ പ്രസവിക്കാൻ ആർക്കും താല്പര്യമില്ല, എല്ലാവരും പേടിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് സിസേറിയൻ ചെയ്യാൻ നമ്മൾ തന്നെ അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. കാരണം മാക്സിമം ഒരു നോക്കും. സി സെക്ഷനിലോട്ട് അങ്ങനെ ആദ്യം തന്നെ ഒരിക്കലും ഡോക്ടേഴ്സ് റെഫർ ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു ഇത് നടന്നിട്ടുണ്ട്, അതിന് കൂടുതൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ചികിത്സാ പിഴവെന്ന് കുടുംബം ആരോപിക്കുന്നു. എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്, അതാണ്. എന്താണെങ്കിലും രാവിലെ തന്നെ വളരെ സങ്കടമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ആ കുടുംബത്തിനെല്ലാം സഹിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവട്ടെ. ആ കുഞ്ഞിനെ നല്ല ആരോഗ്യത്തോടു കൂടി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞിന് വെയിറ്റ് കൂടുതലുള്ളത് തന്നെ സി സെക്ഷനിലോട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്താണെങ്കിലും പ്രാർത്ഥിക്കാം. വലിയൊരു നഷ്ടം തന്നെയാണ് ആ കുടുംബത്തിന്. നമ്മളിൽ ഒരാളെ പോലെ തന്നെ നമുക്കും, നമ്മളിൽ വേണ്ടപ്പെട്ട ഒരാളെ പോലെ തന്നെ ഓർമ്മിക്കുമ്പോഴല്ലോ ഒരിക്കലും ചിന്തിക്കാനേ പറ്റാത്തൊരവസ്ഥ. കാരണം അത്രയും നമ്മൾ സന്തോഷത്തോടെയാണ് അങ്ങോട്ട് പോകുന്നത്, ഒരുപാട് പ്രതീക്ഷകളോടെ, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പും. അതൊക്കെ ഈ ഡോക്ടേഴ്സിന് പിഴവ് ഉണ്ടായതാണോന്ന് നമുക്ക് ഇപ്പോൾ അത്യാധുനിക നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും കൂടുതൽ ഹാർട്ട് ബീറ്റ്സൊക്കെ കറക്റ്റ് അറിയാനുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായതാവാൻ തന്നെ സാധ്യത. എന്താണെങ്കിലും ഈ ഡോക്ടേഴ്സ് ഇവരോട് പറയാതെ സി സെക്ഷൻ ചെയ്ത കൊണ്ടൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അതാണ് അതിന് മുന്നായിട്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ സഡനായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഇതുണ്ടായപ്പോൾ അവർ ചെയ്തതാണോന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഡോക്ടർമാരുടെ കൈകളിൽ പേഷ്യൻസൊക്കെ എപ്പോഴും നല്ല സേഫായിരിക്കട്ടെ. അവർക്ക് യാതൊരു തരത്തിലുള്ള തെറ്റും ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.